ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, 3ാമത്തെ ചാപ്റ്ററിൻ്റെ. അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. വളരെ സ്ലോയിലാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. എഴുതിയെടുക്കാൻ പറ്റുമെങ്കിൽ എഴുതിയെടുക്കുക. ലെക്ചറിങ് ക്ലാസ്സുകളാണ് ഇതൊക്കെ. വളരെ ശ്രദ്ധയോടുകൂടി എഴുതിയെടുക്കണം, എഴുതി പഠിക്കണം. ഇനി നമുക്ക് കാര്യത്തിലേക്ക് പോകാം. F=ma എന്നൊക്കെ നമ്മൾ തെളിയിച്ചതാണ്. ഒരു ക്രിക്കറ്റ് കളിക്കുന്നതായിട്ടൊന്ന് സങ്കല്പിച്ച് നമുക്ക് ഒരു സിക്സർ വേണം. അതിന് ചെറുതായിട്ട് ഫോഴ്സ് കൊടുത്താൽ പറ്റുമോ? പോരാ. ഫുട്ബോൾ കളിക്കുന്നു, ഒരു ഗോൾ വേണം, പതുക്കെ തട്ടിയാൽ ഗോളാകുമോ? ഇല്ലല്ലോ. മതിലിൽ നമുക്ക് ആണി അടിച്ച് കയറ്റണം. ഹാമർ കൊണ്ട് ചെറുതായിട്ട് തട്ടിയാൽ ആണി കയറുമോ? കയറില്ല. വലിയ ബലം നമ്മൾ കൊടുക്കണം. അതായത് അല്പസമയത്തേക്ക് ഈ ബാറ്റ് വന്ന് ബോളിൽ തട്ടുന്നത് എത്ര സമയം? വളരെ തുച്ഛമായ സമയമാണ്. ഹാമറിൽ നിന്ന് ആണിയിൽ തട്ടുന്നതോ വളരെ തുച്ഛമായ സമയമാണ്. അങ്ങനെ അല്പസമയത്തേക്ക് പ്രയോഗിക്കുന്ന ഒരു വലിയ ബലം, ആ ബലത്തെ ഞാനൊരു പേര് പറയുന്നു, ആവേഗബലം. ആവേഗബലം, ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയും. അല്പസമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലത്തെ ആവേഗബലം എന്ന് നമുക്ക് പറയാം. എന്നാൽ ഈ ആവേഗബലത്തിൻ്റെ ശക്തി, മാഗ്നിറ്റ്യൂഡ്, അളവ്, പരിമാണം എന്നൊക്കെ പറയാം. അതെന്ന് പറയുന്നത് ആവേഗം എന്ന് നമുക്ക് പറയാം. ആവേഗം, ഇമ്പൾസ് എന്നും പറയാം. മറ്റത് ഇമ്പൾസീവ് ഫോഴ്സ്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇമ്പൾസീവ് ഫോഴ്സ്, ആവേഗബലത്തിൻ്റെ പരിമാണം, അളവ്, ശക്തി, തീവ്രത എന്നൊക്കെ നമുക്ക് പറയാം. ആ ശക്തി നമ്മൾ ആവേഗം എന്ന് പറയും, ഇമ്പൾസ് എന്ന് പറയും. ആവേഗം = ബലം ഗുണം സമയം. കണ്ട, പ്രയോഗിച്ച ബലവും സമയവും തമ്മിൽ ഗുണിച്ചാൽ ഇമ്പൾസ് നമുക്ക് കിട്ടും, ആവേഗം കിട്ടും. അപ്പോൾ ആവേഗം ഏതിൻ്റെയൊക്കെ ഗുണനഫലമാണ്? ബലത്തിൻ്റെയും സമയത്തിൻ്റെയും ഗുണനഫലമാണ് ആവേഗം, ഇമ്പൾസ് എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? എഫിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ അല്ലേ? സമയത്തിൻ്റെതോ സെക്കൻഡ് അല്ലേ? അപ്പോൾ ന്യൂട്ടൺ സെക്കൻഡാണ് ആവേഗത്തിൻ്റെ യൂണിറ്റ് എന്നറിഞ്ഞിരിക്കുക. ഇനി നോക്കാം. F=ma എന്ന് നമ്മൾ പഠിച്ച കാര്യമാണ്. m×a പകരം v−u/t എന്നെനിക്ക് എഴുതാമല്ലോ. എഴുതാം. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. F×t = m×v−u. ഈ ബ്രാക്കറ്റ് ഒന്ന് മാറ്റിയേ. mv−mu. അന്ത്യാക്കം മൈനസ് ആദ്യ ആക്കം എന്ന് പറയുന്നത് ആക്ക വ്യത്യാസം. ചേഞ്ച് ഓഫ് മൊമെന്റം. F×t എന്താണ്? ഇമ്പൾസ്. അപ്പൊ ആവേഗം സമം ആക്ക വ്യത്യാസം. ആവേഗം സമം ആക്ക വ്യത്യാസം. ഇതൊരു നിയമമാണ്. ഈ നിയമമാണ് ആവേഗ ആക്ക തത്വം. ആവേഗ ആക്ക തത്വം എന്താണ് ആവേഗ ആക്ക തത്വം? ഒരു ബലത്തിൻ്റെ ആവേഗം
ആക്ക വ്യത്യാസത്തിന് തുല്യമാണ്. ഇമ്പൾസ് ഓഫ് എ ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു ചേഞ്ച് ഓഫ് മൊമെൻറ്റം. അത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ രണ്ട് വിധത്തിൽ നമുക്ക് തെളിയിക്കാം. ഒന്ന് ഇവിടെ എഴുതിയിട്ടിരിക്കുക, F=ma എന്നുള്ള ഈക്വേഷൻ എടുക്കാം. എം അങ്ങനെ എഴുതി, എക്ക് പകരം v-u/t എന്ന് എഴുതാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ f×t എന്ന് വരും. m×v-u. ബ്രാക്കറ്റ് അങ്ങ് മാറ്റി mv - mu. f×t എന്താണ്? ആവേഗം. അപ്പൊ ആവേഗം സമം ആക്ക വ്യത്യാസം. ഇതതിൻ്റെ പ്രൂഫാണ്. അപ്പൊ ആവേഗം ആക്ക വ്യത്യാസത്തിന് തുല്യമാണെന്ന് നമുക്ക് തെളിയിക്കാമല്ലോ. തെളിയിക്കാം. ഇത് മറ്റൊരു വിധത്തിലും നമുക്ക് തെളിയിക്കാം. അത് എങ്ങനെയാണ്? നോക്കാം. ആവേഗം സമം f×t. ശരിയല്ലേ? ആവേഗം സമം f×t. F=ma എന്നെനിക്ക് എഴുതാമല്ലോ. എഴുതാം. ma×t എന്ന് എഴുതാമല്ലോ. എഴുതാം. ഈക്വൽ ടു m×aക്ക് പകരം ഞാൻ v-u/t എന്ന് എഴുതാമല്ലോ. ടിയും ടിയും ക്യാൻസൽ ആകുമ്പോൾ എന്നിട്ട് ബ്രാക്കറ്റ് ഒന്ന് മാറ്റി mv - mu. അപ്പോൾ ആവേഗം ആക്ക വ്യത്യാസത്തിന് തുല്യം. രണ്ട് വിധത്തിൽ നമുക്കിത് പ്രൂവ് ചെയ്യാം. രണ്ട് വിധത്തിൽ പ്രൂവ് ചെയ്യാം. അപ്പോൾ ആവേഗം ആക്ക വ്യത്യാസത്തിന് തുല്യമാണ്. അല്പസമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലത്തെ ആവേഗബലം എന്ന് നമുക്ക് പറയാം. ആവേഗബലത്തിൻ്റെ പരിമാണത്തെ ആവേഗം, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇമ്പൾസീവ് ഫോഴ്സ് ഈസ് നോൺ ആസ് ഇമ്പൾസ്. അത് ഫോഴ്സിൻ്റെയും സമയത്തിൻ്റെയും ഗുണനഫലമാണ്. ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടനാണ്, സമയത്തിൻ്റേത് സെക്കൻഡാണ്. ന്യൂട്ടൺ സെക്കൻഡാണ് ഫോഴ്സിൻ്റെ. എന്തോ പറഞ്ഞത്? നടക്കാൻ വേണ്ടി തറയിൽ ഒരു ബലം ഞാൻ പ്രയോഗിച്ചു. അത് ആക്ഷനാണ്, പ്രവർത്തനമാണ്. അത് എങ്ങോട്ടായിരിക്കും പ്രയോഗിക്കുന്നത്? ഓടുന്നവരെ കണ്ടിട്ടില്ലേ? കാല് പിറകിലേക്കാണ് തള്ളുന്നത്. അവ പ്രവർത്തന ബലത്തിൻ്റെ ദിശ ഓടുന്ന ആളിൽ അല്ലെങ്കിൽ നടക്കുന്ന ഒരാളിൽ അത് പിറകിലേക്കാണ്. തിരിച്ച് തറ എൻ്റെ കാൽപാദത്തിൽ മറ്റൊരു ബലം തരും. അത് മുൻപോട്ടായിരിക്കും. പ്രവർത്തനം പിറകിലോട്ടാണെങ്കിൽ പ്രതിപ്രവർത്തന ബലം മുൻപോട്ടായിരിക്കും. ആ ബലമാണ് എന്നെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത്. വള്ളത്തിൽ നിന്നും ഞാൻ കരയിലേക്ക് ചാടി. ഞാൻ ബലം പ്രയോഗിച്ചത് വള്ളത്തിലാണ്. അത് ആക്ഷനാണ്, പ്രവർത്തനമാണ്. അത് പിറകിലേക്കാണ്. തിരിച്ച് വള്ളം എൻ്റെ കാൽപാദത്തിൽ മറ്റൊരു ബലം തരും. അത് പ്രതിപ്രവർത്തന ബലമാണ്, റിയാക്ഷനാണ്. തോക്കിൽ നിന്നും വെടിയുണ്ട പാഞ്ഞു പോകുന്നു. തോക്ക് വെടിയുണ്ടയിൽ ഒരു ബലം പ്രയോഗിക്കും. അത് മുൻപോട്ട്. തിരിച്ച് വെടിയുണ്ട തോക്കിന്മേൽ മറ്റൊരു ബലം തരും. അത് പ്രതിപ്രവർത്തന ബലം. ആ ബലമാണ് തോക്കിനെ പിറകിലേക്ക് തള്ളുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഏതൊരു പ്രവർത്തനമായാലും അതിന് തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തന ബലമുണ്ട്. അതാണ് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം. റോക്കറ്റിൻ്റെ പ്രവർത്തനം ഇതാണ്. ജെറ്റ് വിമാനത്തിൻ്റെ പ്രവർത്തനം ഇതാണ്. To every action there is an equal and opposite reaction.
ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തന ബലം ഉണ്ട് എന്നർത്ഥം. ഇത് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം. ചില സിറ്റുവേഷൻസ് തരും, അവിടെ ആക്ഷൻ ഏതാണ്, റിയാക്ഷൻ ഏതാണ്, അതിൻ്റെ ഡയറക്ഷൻ ഏതാണ് എന്നൊക്കെ എഴുതാനായിട്ട് വരാം. എ പേഴ്സൺ ഹു ഈസ് വാക്കിംഗ് ഓൺ ദ ഗ്രൗണ്ട്, തറയിൽ കൂടി നടന്നു പോകുന്ന ഒരാൾ. നടക്കുന്നയാൾ തറയിൽ പ്രയോഗിക്കുന്നതാണ് ആക്ഷൻ. അത് പിറകിലേക്കാണ്, പ്രവർത്തന ബലം പിറകിലേക്കാണ്. തിരിച്ച് കാൽപാദത്തിൽ പ്രയോഗിക്കുന്നത് പ്രതിപ്രവർത്തന ബലം, അത് റിയാക്ഷനാണ്, അത് മുൻപോട്ടാണ്. The force exerted by the person on the ground, that is action, അത് ബാക്ക്വേർഡാണ്. തിരിച്ചോ the force exerted by the ground on the person, അത് റിയാക്ഷൻ, അത് ഫോർവേഡാണ്. A person who is jumping from a boat into the shore, ബോട്ടിൽ നിന്നും കരയിലേക്ക് ചാടുന്ന ഒരാൾ. The force exerted by the person on the boat, ആള് ബോട്ടിൽ പ്രയോഗിക്കുന്നത് ആക്ഷൻ, അത് പിറകിലേക്കാണ്. തിരിച്ച് ബോട്ട് ചാടുന്ന ആളിൽ പ്രയോഗിക്കുന്നത് പ്രതിപ്രവർത്തന ബലമാണ്, റിയാക്ഷനാണ്. A shot is fired from a gun, തോക്കിൽ നിന്നും പായുന്ന വെടിയുണ്ട. The force exerted by the gun on the shot, that is action. തോക്ക് വെടിയുണ്ടയിൽ പ്രയോഗിക്കുന്നത് പ്രവർത്തന ബലം, അത് മുൻപോട്ടാണ്, ഫോർവേഡാണ്. തിരിച്ചോ the bullet exerted force on the gun, തിരിച്ചോ വെടിയുണ്ട തോക്കിൽ പ്രയോഗിക്കുന്നത് പ്രതിപ്രവർത്തന ബലം, അത് റിയാക്ഷനാണ്, അത് പിറകിലേക്കാണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് തരാം. റോക്കറ്റിൻ്റെ പ്രവർത്തനം, ജെറ്റ് വിമാനത്തിൻ്റെ പ്രവർത്തനം, ഇതെല്ലാം ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതാണ്. ഇതിനകത്ത് നിന്ന് പ്രധാനപ്പെട്ട 3-4 പ്രോബ്ലംസ് ഉണ്ടാകും. ചിലപ്പോൾ ഒരു ഗ്രാഫിൽ കൂടിയുമൊക്കെ പ്രോബ്ലംസ് വരും, ചലനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. നിങ്ങൾ ചെയ്യേണ്ടുന്നത് ടെസ്റ്റ് വായിക്കണം, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വായിക്കണം. എന്നിട്ടോ എന്ത് ചെയ്യും നിങ്ങൾ? തിരിച്ചെനിക്ക് എന്താ ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ്, അതെല്ലാം ചെയ്യണം. സ്കൂളിൽ ഈ ഭാഗം എടുക്കുമ്പോൾ കുറേ കൂടി വ്യക്തത, അതിനുള്ളൊരു തുടക്കമാണ് ഞാനിവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. വായിക്കുക. വീണ്ടും നമ്മൾ പ്രോബ്ലവുമായിട്ട് തിരിച്ചു വരും. ഓക്കെ, ബൈ ബൈ.